ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഹെയർ ഗ്രോത്ത് ചാലഞ്ചിൻ്റെ 6ാമത്തെ ദിവസമായിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് പ്രോട്ടീൻ ഹെയർ പാക്കാണ്. ഇത് നമ്മുടെ മുടി നല്ല ഇരട്ടി വേഗത്തിൽ വളരാൻ സഹായിക്കുന്ന നല്ലൊരു ഉഗ്രൻ പാക്കാണ്. ഇത് നമ്മുടെ ഓരോ മുടിയുടെ അടുത്ത് നോക്കുകയാണെങ്കിൽ ആ മുടിക്ക് ഇൻഡിവിജ്വലി നല്ലൊരു ആരോഗ്യം വെക്കാൻ വേണ്ടിയിട്ട് മുടിയുടെ ഇലാസ്റ്റിസിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ നല്ല സഹായിക്കുന്നതാണ്. അപ്പോൾ തന്നെ മുടി ഒരുപാട് പൊട്ടിപ്പോവുക, സ്പ്ലിറ്റൻസ് കാരണം മുടി പിളർന്നു പോവുക, റൂട്ടിൽ നിന്ന് തന്നെ മുടി ഒരുപാട് കൊഴിഞ്ഞു പോവുക, ഇതൊക്കെ തടയാൻ വേണ്ടിയിട്ടും താരൻ്റെ പ്രശ്നങ്ങളൊക്കെ മാറ്റി മുടി നല്ല രീതിയിൽ നല്ല ബൗൺസി ആയിട്ടും നല്ല വോളിയൂമിൽ കിടക്കുകയും തുടർച്ചയായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല ലെങ്ത്തും ഉള്ളും ഒക്കെ വെക്കാൻ സഹായിക്കുന്ന ഒരു പൊളി പാക്കാണ്. നമുക്ക് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് സിമ്പിളായിട്ട് ചെയ്യാനും പറ്റും. അപ്പോൾ നമ്മുടെ ഈ ചാലഞ്ചിൽ 6ാമത്തെ ദിവസമാണ് ഈ ഒരു കൂട്ട് തയ്യാറാക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ തലയിൽ നന്നായിട്ട് എണ്ണ തേച്ചിട്ടുണ്ട്. എണ്ണ തേച്ച് ഒരു 1.5 മണിക്കൂർ വെച്ച ശേഷമാണ് ഞാൻ ഹെയർ പാക്ക് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഹെയർ പാക്കിന് നമുക്ക് ആവശ്യമുള്ളത് തലേന്ന് രാത്രി കുതിർത്ത് വെച്ച 2 ടേബിൾ സ്പൂൺ ഉഴുന്നും 2 ടേബിൾ സ്പൂൺ ഉലുവയാണ്. അപ്പോൾ ഇത് നന്നായിട്ട് സോഫ്റ്റായിട്ട് വരും, ചെറുതായിട്ടൊന്ന് മുളപ്പും വന്നിട്ടുണ്ടാവും. ഈ 2 ഇൻഗ്രീഡിയൻസും നമ്മുടെ മുടിക്ക് സ്കാൽപ്പിന് ബേസിക്കലി നല്ല ആരോഗ്യമുള്ള ഹെൽത്തി സ്കാൽപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ബെസ്റ്റാണ്. നമ്മുടെ സ്കാൽപ്പിന് ആരോഗ്യം ഉണ്ടെങ്കിലേ നമ്മുടെ മുടി അവിടുന്ന് നന്നായിട്ട് ആരോഗ്യത്തിൽ വളർന്നു വരത്തുള്ളൂ. സോ ആ ഒരു സിറ്റുവേഷൻ, നല്ലൊരു എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് രണ്ടും നല്ലതാണ്. ഹെയർ ഫോളിക്കിൾസിന് നന്നായിട്ട് ബ്ലഡ് സർക്കുലേഷൻ കൊടുത്തിട്ട് നന്നായിട്ട് ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. താരൻ കാരണമുള്ള മുടി കൊഴിച്ചിലും ഇറിറ്റേഷൻ, ചൊറിച്ചിലൊക്കെ മാറ്റാനും മുടിക്ക് നല്ല തിളക്കവും നല്ല ലെങ്ത്തും വെക്കാനായിട്ട് ബെസ്റ്റായിട്ട് സഹായിക്കുന്നതാണ് ഇത് രണ്ടും. അപ്പോൾ ഇത് എടുക്കണം. പിന്നെ നമുക്ക് വേണ്ടത് കറിവേപ്പിലയാണ്. ഒരു 2 കുന്ത് കറിവേപ്പില ഞാൻ എടുക്കുന്നുണ്ട്. കറിവേപ്പില അറിയാലോ, നമുക്ക് ഈ അകാല നിര വരുന്നത് തടയാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ്. മെലനിൻ പ്രൊട്ടക്ഷൻ നമ്മുടെ മുടിയിൽ നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യാനത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഡാൻഡ്രഫിൻ്റെ പ്രശ്നം അഗെയിൻ കുറയ്ക്കാൻ നല്ലതാണ്. മുടിക്ക് നല്ല ആരോഗ്യം വെക്കാൻ, ഹെയർ ഫോളിക്കിൾസിനെ നന്നായിട്ട് സ്ട്രെങ്തൻ ചെയ്യാനായിട്ടും മുടി നല്ല രീതിയിൽ നല്ല കിഡുമായിട്ട് വളർന്നു വരാനായിട്ട് പണ്ട് കാലം തൊട്ട് യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ് കറിവേപ്പില. പിന്നെ വേണ്ടത് കരിഞ്ജീരകമാണ്. കരിഞ്ജീരകവും ഈ പറഞ്ഞോട്ട് അകാല നര വരുന്നത് നന്നായിട്ട് റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. മുടിക്ക് നന്നായിട്ട് ഈ കൊഴിഞ്ഞു പോയ മുടിയുടെ സ്ഥാനത്ത് പുതിയത് വളരാൻ വേണ്ടിയിട്ട്, പുതിയതായിട്ട് വരുന്ന മുടി നല്ല ആരോഗ്യത്തിൽ വളർന്നിറങ്ങാൻ വേണ്ടിയിട്ട് ഒക്കെ ബെസ്റ്റാണ്. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് ഈ ഒരു ഹെയർ പാക്കിന് വേണ്ടത്. ഇതിലേതെങ്കിലും കയ്യിലില്ലെങ്കിൽ സാരമില്ല, ബാക്കിയുള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതെല്ലാം ഓരോന്നോരോന്നായിട്ട് മിക്സർ ജാറിലേക്ക് ഇട്ടിട്ട്, എന്നിട്ട് ഇതിൽ കുറച്ച് മാത്രം വെള്ളം ചേർത്ത്, നമ്മൾ ഉലുവയും ഉഴുന്നും കുതിർക്കാൻ വെച്ചില്ലേ, ആ വെള്ളം കുറച്ച് മാത്രം എടുത്തിട്ട് ഒന്ന് അരച്ചെടുക്കുക. പിന്നെ വേണമെങ്കിൽ പിന്നെയും ആ വെള്ളം തന്നെ ചേർത്ത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുക. നല്ല രീതിയിൽ ഈ ഒരു പരുവത്തിൽ ബ്ലെൻഡ് ചെയ്തെടുക്കുക. എന്നിട്ട് സ്കാൽപ്പിൽ മെയിനായിട്ട് അപ്ലൈ ചെയ്യുക. കാരണം അവിടെ നിന്നാണല്ലോ നമുക്ക് വേണ്ട ന്യൂട്രിയൻസ് എല്ലാം മുടിയിലെത്തുന്നത്. അപ്പം സ്കാൽപ്പിൽ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് എല്ലാം അപ്ലൈ ചെയ്യുക. എന്നിട്ട് ബാക്കി വരുന്നത് മുടിയിലും വേണേൽ അപ്ലൈ ചെയ്യാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മുടിയൊന്ന് കെട്ടി വെച്ചിട്ട്, എന്നിട്ട് ഒരു മിനിമം 10-15 മിനിറ്റ് എങ്കിലും ഇതിങ്ങനെ തന്നെ വെച്ചേക്കാം. എന്നിട്ട് ഷാമ്പൂവും കണ്ടീഷണറും ചെയ്യാം.